അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബു ഹംദൽ ഖാസിമിയാണ് സംസാരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഞാൻ ഈ കാണിക്കുന്നത്. അതായത് മദ്രസയിലെ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ റോഡ് വക്കിൽ നിന്നും അതുപോലെ തന്നെ മദ്രസ പരിസരങ്ങളിൽ നിന്നും കിട്ടുന്ന മദ്രസയിലെ കായികകളുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ മക്കളെ നമ്മൾ ഇൽമു പഠിപ്പിക്കുമ്പോൾ ആ ഇൽമു പഠിപ്പിച്ച ആ പഠിക്കാൻ ഉപയോഗിച്ച കിതാബുകൾ, ഹദീസുകളുണ്ടാകും, ആയത്തുകളുണ്ടാകും, മഹാരഥന്മാരുടെ ചരിത്രങ്ങളുണ്ടാകും. ഇങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജുകൾ വഴിവക്കുകളിലെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഇതിനെ എത്രത്തോളം അവജ്ഞയോടുകൂടിയാണ് തള്ളുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എൻ്റെ കണ്ണിൽ കണ്ടപ്പോൾ വരെ ദുഃഖത്തോടു കൂടിയാണ് ഞാനിത് വീഡിയോ പകർത്തുന്നത്. എൻ്റെ പ്രിയമുള്ള ഉസ്താദുമാരോടും മദ്രസ മാനേജ്മെൻറ്റിനോടും വളരെ താഴ്മയോടുകൂടി പറയാനുള്ളത്, ഞാനിതിന് കാണുന്ന ഒരു വളരെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, നമ്മുടെ മദ്രസകളിലെല്ലാം മദ്രസ തുറക്കുമ്പോൾ പല സംഘടനകളും സൗജന്യമായി പുസ്തക വിതരണം നടത്തുന്നുണ്ട്. അങ്ങനെ പുസ്തക വിതരണം സൗജന്യമായി നടത്തുന്നത് കൊണ്ട് തന്നെ രക്ഷിതാക്കളാകട്ടെ കുട്ടികളാകട്ടെ ഇതിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ മദ്രസ മാനേജ്മെൻറ്റും നിശ്ചയമായും തീരുമാനിക്കുക, ഉറപ്പിച്ച് തീരുമാനിക്കുക, ഇനി ഞങ്ങളുടെ മദ്രസയിൽ സൗജന്യമായ പുസ്തക വിതരണമില്ല, അങ്ങനെ വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ വർഷവും പൂർത്തിയാകുമ്പോൾ നിർബന്ധമായിട്ടും ഇനി ഏതെങ്കിലും മദ്രസകൾ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ കൊടുത്ത പുസ്തകം എല്ലാ വർഷത്തിനെയും അവസാന പരീക്ഷയോടുകൂടി തന്നെ മദ്രസയിൽ നിർബന്ധമായും എത്തിക്കുകയും അങ്ങനെ എത്തിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അടുത്ത വർഷം സൗജന്യമായി പുസ്തകം നൽകുകയുള്ളൂ എന്ന് പറയുകയും അതുപോലെ തിരിച്ചെത്തിച്ച പുസ്തകം ഉപയോഗിക്കാൻ കഴിയുന്നത് വീണ്ടും നല്ല ചിട്ടയാക്കിയിട്ട് അത് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് അത് കൊടുക്കുകയും ചെയ്യുക, വീണ്ടും അതിനെ പ്രയോജനപ്പെടുത്തുക. അതല്ലാത്ത പക്ഷം കുട്ടികൾ ഈ പുസ്തകത്തോട് കാണിക്കുന്ന അവജ്ഞ നമുക്ക് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. വളരെ സങ്കടത്തോടു കൂടിയും വളരെ ഗൗരവത്തോടു കൂടിയുമാണ് നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. കാണുമ്പോൾ ചിലർ പറയും ഇത് ഞങ്ങളുടെ സിലബസ് അല്ല, ഞങ്ങളുടെ മദ്രസയല്ല എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഹദീസുകൾ, ഖുർആൻ ആയത്തുകൾ, അതുപോലെ തന്നെ മഹാന്മാരുടെ കഥകൾ, ചരിത്രങ്ങൾ, പേരുകൾ, വന്ദിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിന് സംഘടനയോ ഇതിന് മദ്രസയോ പ്രസ്ഥാനങ്ങളോ ഒന്നും ഇതിന് ബാധകമല്ല. എല്ലാ മദ്രസ മാനേജ്മെൻറ്റും എല്ലാ സദർ ഉസ്താദുമാരും, എല്ലാ മുഅല്ലിമീങ്ങളും, എല്ലാ രക്ഷിതാക്കളും ഇതിനകത്ത് പ്രതിയാണ് എന്ന് മനസ്സിലാക്കും. എല്ലാ രക്ഷിതാക്കളും, എല്ലാ മദ്രസ മാനേജ്മെൻറ്റും, എല്ലാ ഉസ്താദുമാരും, പ്രത്യേകിച്ച് സദർ ഉസ്താദുമാരും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ അധ്യയന വർഷം നാളെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ മദ്രസകളിൽ ഇത്തരത്തിലൊരു പ്രവണത കാണാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് ഈ വിഷയം ശ്രവിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.